എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ എക്സാം എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ കേരളത്തിലെ നദികൾ, പിന്നെ ഇന്ത്യ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉത്തരമഹാസമതലം, കേരളം വന്യജീവി സങ്കേതം, പിന്നെ സ്പോർട്സിൽ നമ്മൾ ഒളിമ്പിക്സിൻ്റെ ഇയറും വേദികളുമാണ് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലീഷിലെ ആൻറ്റോണിംസ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തേത് ഒരു ആൻറ്റണിമാണ് ടോർമെൻറ്റിൻ്റെ ആൻറ്റണിം എന്താണ്? റിലീവ് ആണല്ലേ. ഓപ്ഷൻ ഡി റിലീവ്. എക്സാം എന്ന രീതിയിൽ തന്നെ എഴുതി നോക്കുക കേട്ടോ. അതെ, എക്സാം എന്ന രീതിയിൽ എഴുതി നോക്കുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇപ്പോൾ ടോർമെൻറ്റിൻ്റെ ആൻറ്റണിം ഏതാണ്? റിലീവ്. അടുത്തത് ഉത്തരമഹാസമതലത്തെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ഏതാണ്? ഏതാണ് ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം? ഭംഗർ ആണ്. ഏതാണ്? ഭംഗർ അല്ലേ. പഴയ എക്കൽ നിക്ഷേപത്തെയാണ് നമ്മൾ ഭംഗർ എന്ന് പറയുന്നത്. പുതിയ എക്കൽ നിക്ഷേപം ഖാദർ. അപ്പോൾ ഭംഗർ ആണ് ഉത്തര മഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ജോഗ്രഫിയിൽ SCERT ചാപ്റ്റേഴ്സ് പഠിച്ചില്ലേ? അതിൽ ഉത്തര മഹാസമതലം, പിന്നെ നദികൾ, അതൊക്കെ പഠിച്ചപ്പം ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് എടുത്തു തന്നെ. നമ്മൾ SCERT പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒരു ടോപ്പിക് എന്ന രീതിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാങ്ക് ഫയലൊക്കെ ഉള്ളവർ വായിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സും കൂടി കാണുമ്പോൾ അതൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിച്ച് ഏത് പ്രദേശമാണ് എന്ന് കണ്ടെത്തുക. ഒന്നാമത്തേത്, ബാബറിന് തെക്കായി അതിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതല ഭാഗം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ബാബറിന് തെക്കായി അതിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതല ഭാഗം. രണ്ടാമത്തത്, ദുധ്വ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നു. അടുത്ത പ്രസ്താവന, ബാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശം. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ 3 പ്രസ്താവനയിൽ നിന്ന് ഏത് സമതല ഭാഗമാണ് എന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ് നോക്കാം. ബാബർ, ടെറായ്, ഖാദർ, ഭംഗർ. ബാബർ പ്രദേശം, ബാബർ അല്ല എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെയും മൂന്നാമത്തെയും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു പ്രസ്താവന വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു എലിമിനേഷൻ ടെക്നിക്കിൽ ബാബർ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഉത്തര മഹാസമതലം പഠിച്ചപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് അതിൻ്റെ കല്ലുകൾ, കാര്യങ്ങൾ എല്ലാം വരച്ച് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഏതാണ് അപ്പോൾ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ടെറായി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി, ടെറായി അല്ലേ. ബാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്നു. പിന്നെ ദുധ്വ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ടെറായി സമതല ഭാഗത്താണ്. അടുത്ത ചോദ്യം, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്? ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരമഹാസമതലമാണ്. അത്രയാണ് ഉത്തരമഹാസമതലമായി ബന്ധപ്പെടുത്തി. പിന്നെ അടുത്തത്, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കേരള നദികൾ പഠിച്ചു അല്ലേ. നദികളുടെ കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, അങ്ങനെ ഓർഡറിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല അല്ലേ. ഓപ്ഷൻ സി, ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ആണ്. ഓപ്ഷൻ എ, ചാലിയാർ. അടുത്ത ചോദ്യം, ഭവാനി നദിയുടെ പതനസ്ഥാനം. ഓപ്ഷൻസ് നോക്കി. അറബിക്കടൽ, വേമ്പനാട്ട് കായൽ, കാവേരി കർണാടക, കാവേരി തമിഴ്നാട്. ഭവാനി നദിയുടെ പതനസ്ഥാനം ഇതിലേതാണ്? കാവേരി തമിഴ്നാടാണ്. ഏതാണ്? കാവേരി തമിഴ്നാട്. കാവേരി കർണാടക വരുന്നത് ഏതിനാണ്? കബനിക്കാണ് കേട്ടോ. കബനിയാണ്. അടുത്തത്, നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്ന്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2006 ഓപ്ഷൻ ബി, 2006. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല?
ചിമ്മിനി. ചിമ്മിനി നമ്മൾ പറഞ്ഞതാണ് 1984 4 വന്നു അല്ലേ. 84 4 വന്നതിൽ ഒരെണ്ണമാണ് ചിമ്മിനി. ചിമ്മിനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്, വയനാട്, തൃശ്ശൂർ, കണ്ണൂർ. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ. എവിടെയാണ്? തൃശ്ശൂരിലാണ് കേട്ടോ. 1984. 10ാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? 2024 ഒളിമ്പിക്സ് വേദി പാരീസ് ആണ് കേട്ടോ. പാരീസ്, ഫ്രാൻസ്, പാരീസ്. 10 ക്വസ്റ്റ്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ന് ക്ലാസ്സുകളൊക്കെ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അല്ലേ. വൈകുന്നേരം ആയപ്പോഴാണ് ക്ലാസ്സുകൾ ഇടാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. എന്നാലും നിങ്ങൾ കണ്ട് പഠിക്കുക കേട്ടോ. അധികം അത്ര ലെങ്ത് ഒന്നും ഉള്ളല്ലോ. ഉത്തരമഹാസമതലം രാവിലെ തന്നെ ആൻ്റണിംസും ഉത്തരമഹാസമതലവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ കേരളത്തിലെ നദികളും വന്യജീവി സങ്കേതവും ഒളിമ്പിക്സിൻ്റെ ആ ഒരു ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ ആവുന്നത് അല്ലേ. പിന്നെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ക്ലാസ് ഇടാം കേട്ടോ. 2 ക്ലാസ്സെങ്കിലും രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് ഇടാം, 2 ക്ലാസ് ഉച്ച കഴിഞ്ഞിടാം. ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കണ്ട് പഠിക്കാനും എക്സാം എഴുതാനും പറ്റുമല്ലോ.